ആദ്യം തന്നെ കുളമായി പോയി. പക്ഷേ പിന്നീട് ശരിയായിട്ടോ. അതുകൊണ്ട് ബാറ്റർ എങ്ങനെ റെഡിയാക്കണേന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം 1 കപ്പ് ചെറുചൂട് പാലിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും 3½ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റോളം പുളിക്കാനായിട്ട് വെക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് മുട്ടയും 1 സ്പൂൺ വാനില എസൻസും പിന്നെ 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കാം. അതിലേക്ക് 1½ കപ്പ് മൈദ പയ്യെ പയ്യെ ചേർത്ത് ഇളക്കി ഒരു 3/4 മണിക്കൂറോളം പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ബാറ്റർ റെഡിയായി കഴിയുമ്പോൾ ഈ നമ്മൾക്ക് ഇടാനുള്ള സ്പൂണൊന്ന് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. അത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചേക്കുന്നതിൻ്റെ മുകളിലേക്ക് പയ്യെ പയ്യെ ചൂട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവറിൽ തന്നെയാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഷേക്ക് ചെയ്ത് വിട്ട് വരുമ്പോഴേക്കും പയ്യെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും ബ്രൗണിഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതെടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ബൺസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്പൂൺ ചൂടാക്കുക, ബാറ്റർ ഒഴിക്കുക, ഇതുപോലെ എണ്ണ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബൺസ് റെഡിയാക്കി എടുക്കാം. ഓക്കെ. ഇനി നമ്മൾക്ക് ബട്ടർ ക്രീം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രീസറിൽ വെച്ചേക്കുന്ന ഹോം മെയ്ഡ് ബട്ടർ ആട്ടോ. അതുകൊണ്ടാണ് ഭയങ്കര ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം. ഞാനിതിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് എന്നിട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ക്രീം പോലെ ആക്കി എടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബണ്ണ് നമ്മൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കീറി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ക്രീം വെച്ച് കൊടുക്കാം. ആൻഡ് ദെൻ നമ്മുടെ ക്രീം ബൺ ഈസ് റെഡി. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഈ ബട്ടർ, പഞ്ചസാര, വാനില എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും. അത് പാലിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ആയാലും മതി. ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ എല്ലാവരും കഴിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സ് ആയിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഹോം മെയ്ഡ് ക്രീം ബൺ നിങ്ങളും ട്രൈ ചെയ്യുക.